ഞാൻ നിന്റെ കുട്ടിന്റെ കൂടെ ഒരു മൂവി ഡേറ്റിന് നമ്മളാണെങ്കിൽ ഒരു അണ്ടിക്കോലത്തിലാണ് പോണത്. ഓൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഇതാണ് നമ്മളെ ഡേറ്റിന് പോണോ. എന്നോട് കുറെ ആൾക്കാർ പറയലുണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ ഒരു നല്ല വണ്ടി വാങ്ങിട്ടൂടെ. ഞാൻ ആകെ 1-2 ദിവസത്തിന് അങ്ങോട്ട് പോരാത്തന്നെ ഇത് ബിദ്രഹള്ളിത്തെ പേടിയാണ്. വരുന്നോല് പോണോലൊക്കെ എടുത്താണ്ട് പോകും. അതുകൊണ്ട് തന്നെ 40 എന്റെ എക്സിന്റെ പേരെ വിളിക്കില്ല അശ്വതി അച്ചു. ഇപ്പൊ നല്ല വണ്ടി വാങ്ങിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അച്ഛന്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മാസ്ക്. നിങ്ങൾ ടിവിയിൽ കണ്ട ബാംഗ്ലൂർ ഫുൾ പബ്ബും ഫ്ലാറ്റും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ബാംഗ്ലൂർ ഒരു കുറ്റിക്കാട്ടിൽ ചാണകവും പൊടിയൊക്കെ ആയിട്ട്. അപ്പൊ മാസ്ക് നിർബന്ധം. പിന്നെ അച്ഛനെ എണ്ണ തുള്ളി മണപ്പിച്ചോട്ടായി നല്ല മൈലേജ്. അങ്ങനെ നമ്മൾ കുട്ടിന്റെ ഹോസ്റ്റലിൽ പോയി കണ്ടു ഓളെ വണ്ടി മെക്കി നേരെ പോയത് ഭാരതീയമാൾക്ക്. അച്ഛനാണെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. എന്റെ പയ എക്സിനും അങ്ങനെ തന്നെ അവർക്കും ചാടി കളിക്കും. അങ്ങനെ നമ്മളെ കുട്ടിനെ കൂട്ടിക്കാണ്ട് നേരെ പോയത് ഫുഡ് കോർട്ട്. അങ്ങനെ ഫുഡ് വാങ്ങി ടേബിൾ കൊണ്ടുപോയി തിന്നല്ലോ. സമയമാണെങ്കിലോ നമുക്ക് ഇഷ്ടമാതിരി 1:15 ഷോ. ഒരു കോപ്പിലെ കാപ്പി കുടിച്ചതാ വാണ്ടിയതിലാണ് ഒരുമാതിരി കൈപ്പോ. അതിന്റെ ഓനെ ചോയ മാറാൻ വേണ്ടിട്ട് ഓരോ ലെമണേഡ് വാങ്ങിയത്. കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഓളെ സ്ട്രോ പൊട്ടിയത്. ഇപ്പൊ എന്റെ സ്ട്രോ കൊടുക്കാൻ തെറ്റിപ്പോയി നിൽക്കണം. കുറെ നേരം തെറ്റിപ്പോയി മുണ്ടാതിരുന്നു. എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യാത്തപ്പോ എന്റെ പിന്നാലെ ഇതൊക്കെ അവന്റെ ഓരോ ട്രിക്ക് അല്ലേ. എന്നിട്ട് കുറെ സമയം ബാക്കിയായപ്പോ നമ്മൾ കുറച്ചു നേരം പോയി മസാജ് ചെയ്തു. 1:15 നേരെ പോയി സിനിമ. നമ്മൾ നെല്ലിക്കാൻ പോയി നൈറ്റ് റൈഡേഴ്സ് കാണാനാ വന്നത്. അടുത്ത നടൻ നമ്മളെ മാത്യു തോമസ്. അതിന്റെ പേര് നമുക്കറിയില്ല. എന്തായാലും നല്ല ബർക്കത്തുള്ള കുട്ടി. പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ ഒരു വെറൈറ്റി പടം. പ്രേതപ്പടാണോ വെച്ചാൽ പ്രേതപ്പടല്ല. എന്നാൽ പേടിച്ചോന്ന് വെച്ചാൽ പേടിച്ച് പാന്റ് കൂടി മൂത്രം. വില്ലനല്ലാത്തൊരു സാധനം ഇടക്കിടക്ക് കയറി വരും. അതാണ് കയറി വരുമ്പോഴാണ് മൂത്രം. ഭയങ്കര റൊമാൻസിനും കുറവൊന്നുമില്ല. ഇത് കണ്ട് ആരും മോട്ടറാണ് പോയി കണ്ടോളൂ. ഇനി ഞാൻ പറഞ്ഞത് ത്രില്ലറാവും അല്ല സ്പോയിലർ. എന്തായാലും മാത്യുവിന്റെ അങ്ങനത്തെ ഒരു പടം ആദ്യമായിട്ട് സിനിമയാണ്. എനിക്ക് പറ്റി നിങ്ങൾക്ക് പറ്റിക്കോണമെന്നില്ല. സിനിമയിൽ ഇറങ്ങിയപ്പോൾ അശ്വതി അച്ചു സേഫാണ്. ഞാൻ വിചാരിച്ചു ആരെപ്പോലും പോയിട്ടുണ്ട്. അങ്ങനെ പോരുമ്പോഴാണ് നമ്മളെ കുട്ടിക്ക് ലേക്കിൽ പോയിരിക്കണം എന്ന് പറഞ്ഞു. ലേക്കിൽ പോയി നമ്മളറിയുന്ന കുറെ ആൾക്കാരുണ്ടാവും. ആ പോലും വിചാരിക്കില്ലേ നമ്മൾ അത്രക്കാരനാണ്. അപ്പൊ നമ്മൾ നേരെ പോയത് പോയേക്കാം. ഇവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. പക്ഷെ ഫുഡ് എൻജോയ് ചെയ്യില്ല. നമുക്ക് നേരത്തെ തന്നെ അറിയാം. നമ്മളെ കുട്ടിക്ക് ലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ ആകുമ്പോൾ ഒരു തോടും നമുക്ക് കിട്ടിയ സീറ്റ് ആണെങ്കിൽ ഒരു പൊന്തക്കാട്ടി. ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് നേരത്തെ തന്നെ അറിയുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുള്ളൂ വാങ്ങിയത്. ഫസ്റ്റ് കുടിച്ച വെള്ളം തന്നെ പാടി ഡംപ്ലിങ്സും വാങ്ങി തീരെ പറ്റിയിട്ട്. ഇവിടെ വേറെ ആംബിയൻസിനേ ഉള്ളൂ. ഫുഡൊന്നും എൻജോയ് ചെയ്യില്ല. ഇപ്പോഴത്തെ പ്രശ്നമാണ് നമ്മൾ ഓർഡർ ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. നമ്മൾ എപ്പോഴും വരുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഓളോ ഹോസ്റ്റലിൽ കൊണ്ടേർക്കി നമ്മൾ പേരി പോയി. അപ്പൊ ബാക്കി നാളെ